Good morning. ഇനി നമുക്ക് ടീച്ച് എക്സ്റ്റൻഷൻ തിയറത്തിലേക്ക് പോകാം. ടീച്ച് എക്സ്റ്റൻഷൻ തിയറത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ എം എൻ എന്ന് പറയുന്നത് ഒരു കൺവെർജൻറ്റ് സീരീസ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. ഇനി എഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് റിയൽ വാല്യൂഡ് ഫങ്ഷനാണ്. അത് ബൗണ്ടഡ് ബൈ ഈ എം എൻ ആണ്. ഇതിലത്തെ ഈ സീരീസിലെ ഓരോ എം എനും ഈ സീക്വൻസിലെ മോഡ് എഫ് എൻ ഓഫ് എക്സിനെ എം എൻ ഉപയോഗിച്ചിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസ് എഫ് എൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന സീരീസ് സിഗ്മ എഫ് എൻ കൺവെർജസ് യൂണിഫോംലി ടു എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമുക്കൊരു സീരീസ് ഓഫ് ഫങ്ഷൻ യൂണിഫോംലി കൺവേർജ് ചെയ്യുമോ നോക്കണമെന്നുണ്ടെങ്കിൽ അതിലത്തെ ഓരോ ടേംസും അതിനൊരു സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സീക്വൻസിൽ ബൗണ്ടഡ് ബൈ സം എം എൻ, സം റിയൽ നമ്പേഴ്സ്, അങ്ങനെ ഒരു ബൗണ്ടഡ് ബൈ ദാറ്റ് എം എൻ, എന്നിട്ട് ആ എം എന്നിൻ്റെ സീരീസ് സിഗ്മ എം എന്ന് പറയുന്ന സീരീസ് ഒരു കൺവെർജൻ സീരീസ് ആയിരുന്നാൽ ഇത് കൺവെർജസ് യൂണിഫോംലി ടു എ റിയൽ വാല്യൂഡ് ഫങ്ഷൻ ആണ് ഫിക്സ്. ഇത് നമ്മൾ റിയലിൽ പഠിക്കുന്ന റിസൾട്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ടീച്ച് എക്സ്റ്റൻഷൻ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ടീച്ച് എക്സ്റ്റൻഷൻ തിയറം എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എ നോർമൽ സ്പേസ് എക്സ്. എക്സ് എന്ന് പറയുന്ന സ്പേസ് നോർമലാണ്. അവിടെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് എ എടുത്താൽ അവിടെ എയിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ഒരു കണ്ടിന്യൂസ് ഫങ്ഷനും എടുത്തു കഴിഞ്ഞാൽ ഈ എ ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് എക്സിലേക്ക് ഇതിനൊരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ കിട്ടും. Then there exists a continuous function capital F from x to -1 such that f of x equal to f of x for all x belongs to a. എയിലെ എലമെൻസിന് ഒക്കെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ സ്മോൾ എഫ് ഓഫ് എക്സ് തന്നെ. എന്നിട്ട് നമ്മൾ ഇത് ആക്ച്വലി ക്ലോസ്ഡ് ഇൻ്റർവൽ എയിലുള്ള എ എന്ന് പറയുന്നത് ഇത് എക്സ് ആണെങ്കിൽ എ അതിലത്തെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റാണ്. എയിന്ന് ഒരു ഫങ്ഷൻ എഫ് ഉണ്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ഇനി എക്സ് നോർമൽ ആണെങ്കിൽ നമുക്ക് ഈ ഫങ്ഷൻ എഫിനെ ഫുൾ സെറ്റ് എക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിൻ്റെ പേര് ക്യാപിറ്റൽ എഫ് എന്നാണ്. ക്യാപിറ്റൽ എഫ് ഈ എയിലുള്ള എലമെൻസിനെയൊക്കെ സ്മോൾ എഫ് ഓഫ് എക്സിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ അതായത് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുക. എഫ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുക. അതാണ് ടീച്ച് ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫുൾ ഒരു കൺസ്ട്രക്ഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എഫ് ഈസ് ഫ്രം എ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1. അപ്പോൾ ഇത് -1 ആണെങ്കിൽ ഇവിടെ -1/3 ഉണ്ടാവും, ഇവിടെ +1/3 ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എഫ് എയിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 അപ്പോൾ എഫിൻ്റെ ഇമേജ് ഈ ഏരിയയിലെല്ലാം വരും. അതിൽ ഇത് മുതൽ ഇതുവരെയുള്ളതും അതായത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -1/3 ചെറുതാകുമ്പോൾ ഉള്ള എക്സ് ബിലോങ്സ് ടു എകളെ, അതാണ് ഇത്. അതിന് ഞാൻ B1 എന്ന് വിളിക്കുന്നു. അപ്പം B1 ആക്ച്വലി എന്താണ്? B1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി -1 എന്ന് പറയുന്ന ക്ലോസ്ഡ് സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജാണ്. എഫ് ഇൻവേഴ്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 ആണ് B1 എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലോസ്ഡ് സബ്സെറ്റാണ്. എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇൻവേഴ്സ് ഇമേജ് ഓഫ് ക്ലോസ്ഡ് സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് B1 എന്ന് പറയുന്നത് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എ ആയിരിക്കും. ഇവിടെ എഫ് എയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ പാരൻറ് സെറ്റ് എ ആണ്. അപ്പം B1 എന്ന് പറയുന്നത് എയിൻ്റെ ക്ലോസ്ഡ് സബ്സെറ്റാണ്.
ഇതുപോലെ C1 എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1/3 കൂടുതലായിട്ട് f(x)കൾ വരുമ്പോൾ ആ x ബിലോങ്സ് ടു എകളെ ഞാൻ C1 പിടിച്ചിട്ടു. അതായത് നമ്മളെ എ എന്ന് പറയുന്ന സെറ്റിനെ -1/3 ചെറുതായിട്ട് വരുന്ന f(x)കളൊക്കെ ഉള്ള എക്സിനെ ഞാൻ B1ഉം പിന്നെ f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 ആയിട്ടുള്ളതിനെ C1ഉം വിളിച്ചു. അപ്പം നമ്മൾ എയിനെ ഇപ്പം രണ്ട് ക്ലോസ്ഡ് സബ്സെറ്റ്സുകളുടെ ഇപ്പം എങ്ങനെയാണ് എയിൽ എന്തുണ്ട് B1 എയുടെ ക്ലോസ് സബ്സെറ്റാണ്, C1 എയുടെ ക്ലോസ് സബ്സെറ്റാണ്. അതുപോലെ തന്നെ B1ഉം C1ഉം ഡിസ്ജോയിൻ്റ് ആയിരിക്കും. കാരണം എന്താണ് ഇത് ഒന്ന് f(x1) ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3 ആകുമ്പോഴാണ്, മറ്റേത് f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 ആകുമ്പോഴാണ്. അപ്പം B1ഉം C1ഉം ഇൻ്റർസെക്ഷൻ എംപ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെ കിട്ടി? B1ഉം C1ഉം ക്ലോസ് സബ്സെറ്റ് ഓഫ് എ ആണ്. B1 ഇൻ്റർസെക്ഷൻ C1 5 ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ ഇപ്പം നമുക്ക് രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് കിട്ടി. എയിൻ്റെ അകത്ത് രണ്ട് ക്ലോസ്ഡ് സെറ്റ് കിട്ടി. എക്സ് നോർമലാണെന്ന് നമുക്കറിയാം. പിന്നെ എക്സിലെ ഒരു ക്ലോസ് സബ്സെറ്റാണ് ഈ പറയുന്ന എ എന്ന് പറയുന്ന സെറ്റ്. ഇനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് നോർമൽ ആയതുകൊണ്ട് ഈ B1ഉം C1ഉം എയിൻ്റെ ക്ലോസ് സബ്സെറ്റ് ആയതുകൊണ്ട് എ ക്ലോസ്ഡ് ഇൻ എക്സ് ആയതുകൊണ്ട് അത് എക്സിൻ്റെയും ക്ലോസ്ഡ് സബ്സെറ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു സബ്സ്പേസ് ടോപ്പോളജിയിൽ. ഇപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി സബ്സെറ്റ് ഓഫ് എക്സ് ആണെങ്കിൽ ബി ക്ലോസ്ഡ് ഇൻ എക്സ് ആണെന്ന് വിചാരിക്കുക. ബി ക്ലോസ്ഡ് സെറ്റ് ആണെങ്കിൽ എ ക്ലോസ്ഡ് ഇൻ ബി ഇംപ്ലൈസ് എ ക്ലോസ്ഡ് ഇൻ എക്സ് ആയിരിക്കും. ബി ക്ലോസ്ഡ് ആണെങ്കിൽ എ ക്ലോസ്ഡ് ഇൻ ബി ആണെങ്കിൽ എ ക്ലോസ്ഡ് ഇൻ എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ B1 സബ്സെറ്റ് ഓഫ് എ സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. എ ക്ലോസ്ഡ് ആണ്. B1 എയിൽ ക്ലോസ്ഡ് ആണ്. ആൻഡ് എ ഈസ് ക്ലോസ്ഡ്. സോ B1 ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ C1. അപ്പം B1ഉം C1ഉം ക്ലോസ്ഡ് ഇൻ എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് നമുക്ക് കിട്ടി. B1ഉം C1ഉം എക്സിലാണ് കിടക്കുന്നത്. എക്സിൽ B1ഉം C1ഉം രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. എക്സ് നോർമലാണ്. എക്സ് നോർമൽ ആണെങ്കിൽ നമുക്കിതിനെ ഓപ്പൺ സെറ്റ്സ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാമെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമുക്ക് യൂറിസോൺ ലെമ്മ അപ്ലൈ ചെയ്യാം. യൂറിസോൺ ലെമ്മ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് നോർമൽ ആണെങ്കിൽ എക്സിലെ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സിനെ ഓപ്പൺ സെറ്റ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത് പോലെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടും സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ F1 എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ അത് എവിടുന്ന് എങ്ങോട്ടാണ് നമുക്ക് എന്താ പറയേണ്ടത്? നമ്മൾ പറയുന്നത് ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്ലോസ് സെറ്റിൽ ഒരു ക്ലോസ് സെറ്റിലുള്ള എലമെൻറ്റിനെയൊക്കെ നമ്മളവിടെ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. എന്താ പറയുക, x2 ക്ലോസ്ഡ് ഇൻ്റർവൽ 0-1 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടാകും സച്ച് ദാറ്റ് എയിലെ എലമെൻസിനെയൊക്കെ 0യിലേക്കും ബിയിലെ എലമെൻസിനെയൊക്കെ 1ലേക്കും കൊണ്ടുപോകുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിൽ ഈ 0ൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ ഒരു എൻഡ് പോയിൻ്റ്. 1ൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ മറ്റേ എൻഡ് പോയിൻ്റ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ B1 എന്താണ് സംഭവം? B1 എന്ന് പറയുന്നത് -1/3 കുറവാണ് f(x)ൻ്റെ വാല്യൂ എങ്കിൽ ആ എക്സുകളുടെ കളക്ഷനാണ് B1. അപ്പം B1ലുള്ള എലമെൻസിനെ ഒരു കോൺസ്റ്റൻറ്റിലേക്ക് കൊണ്ടുപോകണം. ആ കോൺസ്റ്റൻറ്റ് ഞാൻ ഈ -1/3 ആയിട്ട് എടുക്കുന്നു. അതുപോലെ അതായത് നമ്മുടെ 0ൻ്റെ സ്ഥാനത്താണ് ഇപ്പം -1/3. അപ്പോൾ ഫോർ എവ്രി എക്സ് ബിലോങ്സ് ടു B1 ഞാൻ ആ കണ്ടിന്യൂസ് ഫംഗ്ഷനെ F1 എന്ന് വിളിക്കുന്നു. അപ്പം F1 of x ഈക്വൽ ടു -1/3.
ഇനി ഫോർ എവ്രി എക്സ് ബിലോങ്സ് ടു C1 ഞാൻ ഈ വാല്യൂയിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് നമ്മൾ 1ന് പകരം 1/3 ആണുള്ളത്. അപ്പോൾ f1(x) ഈക്വൽ ടു 1/3 ഫോർ എക്സ് ബിലോങ്സ് ടു C1. അപ്പോൾ F1 എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? F1 എക്സിന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1/3 1/3യിലേക്കായിരിക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-1 0ലേക്കും 1ലേക്കും. ഇവിടെ നമുക്ക് വേണ്ടത് -1/3യിലേക്കും 1/3യിലേക്കും മാപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഇൻ്റർവെല് -1/3 1/3 ആയിരിക്കും. Such that f1(x) equal to -1/3 for all x belongs to B1 and f1(x) equal to 1/3 for x belongs to C1. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഇപ്പം നമുക്ക് നമ്മളെ കയ്യിൽ f(x) ഉണ്ട്, f1(x) ഉണ്ട്. f(x) എന്ന് പറയുന്നത് f എവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഫംഗ്ഷനാണ്. അത് എയിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1ലേക്കുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പറയാം മോഡ് f(x) ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. കാരണം ഇതിൻ്റെ ഇമേജ് -1 1ലാണ് കിടക്കുന്നത്. ഇനി f1 എവിടെ നിന്ന് എങ്ങോട്ടാ? f1 ഈസ് ഫ്രം x ടു -1/3 1/3. So mode f1(x) is less than or equal to 1/3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മോഡ് f(x) minus f1(x) അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് f(x) minus മോഡ് f1(x). That is less than or equal to 1 minus 1/3. That is 2/3. അപ്പം നമുക്ക് കിട്ടും ഫോർ എനി എക്സ് ബിലോങ്സ് ടു എ. എക്സ് എയിലാകുമ്പോഴാണ് മോഡ് f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്നത്. അപ്പം എക്സ് എയിലാവുന്ന സമയത്ത് മോഡ് f(x) മൈനസ് f1(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 ആണ്. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് അടുത്ത കൺസ്ട്രക്ഷൻ. ആ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 ആണ്. അപ്പം ഞാനൊരു പുതിയ ഫംഗ്ഷൻ g1(x) ഡിഫൈൻ ചെയ്യുന്നു. g1(x) എങ്ങനെയായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്? f(x) മൈനസ് f1(x) ആയിട്ട്. അതിൻ്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 ആണെങ്കിൽ നമുക്ക് g1 ഈസ് എ മാപ്പ് ഫ്രം a ടു -2/3 2/3 എന്ന് പറഞ്ഞൂടെ. കാരണം g1(x) ആണ് ഇത്. g1(x) മോഡ് g1(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3. അങ്ങനെയാണെങ്കിൽ g1 ഫ്രം a ടു -2/3 2/3 ആയിരിക്കും. അപ്പോൾ നമുക്ക് g1 കിട്ടി. ഇനി നമ്മൾ നേരത്തെ എഫിന് അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യം g1ന് അപ്ലൈ ചെയ്യുന്നു. എഫിന് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് b1ഉം c1ഉം കിട്ടി. പിന്നെ നമുക്കൊരു f1ഉം കിട്ടി. അതുപോലെ g1ന് ഞാൻ വീണ്ടും ഈ കാര്യം അപ്ലൈ ചെയ്യുന്നു. അതായത് g1(x) അപ്പോൾ അവിടെ എന്താവണം? ഇതെന്താ ചെയ്തത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3. വീണ്ടും ഒരു ടൈംസും കൂടി. അപ്പം -2/9. g1(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2/9. g1(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2/9. g1(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2/9 ആവുന്ന x ബിലോങ്സ് ടു എനെ ഞാൻ b2 എന്ന് വിളിക്കുന്നു. g1(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2/9 ആവുന്ന x ബിലോങ്സ് ടു എനെ ഞാൻ c2 എന്ന് വിളിക്കുന്നു. g1 എന്ന് പറഞ്ഞാൽ f(x) മൈനസ് f1(x) ആണ്. f(x) കണ്ടിന്യൂസ് ആണ്, f1(x) f കണ്ടിന്യൂസ് ആണ്, f1 കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് g1 കണ്ടിന്യൂസ് ആണ്. g1 കണ്ടിന്യൂസ് ആണ്. ഇത് എന്താണ്? g1 ഇൻവേഴ്സ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ക്ലോസ്ഡ് -2/9. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ആണ്. g1 കണ്ടിന്യൂസ് ആണ്. സോ ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് അതും ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് b2 ക്ലോസ്ഡ് ആണ്.
അതുപോലെ തന്നെ C2 G1 കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇൻവേഴ്സ് ഇമേജ് ഓഫ് ക്ലോസ്ഡ് വെച്ചാൽ ക്ലോസ്ഡ്, അതുകൊണ്ട് C2 ക്ലോസ്ഡ്. അപ്പം B2ഉം C2ഉം ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് A ആണ്. A ക്ലോസ്ഡ് ഇൻ X ആയതുകൊണ്ട് B2 ആൻഡ് C2 ആർ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് X ആയിരിക്കും. അപ്പോൾ X നോർമലാണ്. അവിടെ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള B2ഉം C2ഉം ഉണ്ട്, രണ്ടും ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് X ആണ്. അപ്പോൾ അതിന് നമുക്ക് ഓപ്പൺ സെറ്റ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് യൂറിസോൺ ലെമ്മ വെച്ചിട്ട് നമുക്ക് അതിനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വി ഗെറ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ F2. എവിടുന്ന് എങ്ങോട്ട്? F2 ഫ്രം X to -2/9. അതായത് അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഈ -2/9 എന്താ പറയുക, B2യിലുള്ള എലമെൻസിനെയൊക്കെ, B2യിലുള്ള എലമെൻറ്റ്സ് എങ്ങനെയാണ്? -2/9 ചെറുതായിട്ടുള്ളതൊക്കെയാണ് B2യിലുള്ളത്. ആ B2യിലുള്ള എലമെൻസിനെയൊക്കെ ഞാൻ ഈ -2/9 മാപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ C2യിലുള്ള എലമെൻസിനെയൊക്കെ ഞാൻ 2/9 മാപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ F2, പുതിയൊരു ഫംഗ്ഷൻ F2 കിട്ടി. ഇപ്പം നമ്മളടുത്ത് F ഉണ്ട്, F1 ഉണ്ട്, F2 ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഫോർ എനി X belongs to A, എയിൽ ഏത് എക്സ് എടുത്തിട്ടുണ്ടെങ്കിലും മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. മോഡ് F1 ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 ആണ്. മോഡ് F2 ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/9 ആണ്. അത് അവിടെ നിന്ന് കിട്ടും. മോഡ് F2 ഓഫ് എക്സ് ഇതിൻ്റെ ഇത് -2/9 2/9 ഇടയ്ക്കാണ് കിടക്കുന്നത് വെച്ചാൽ അതിൻ്റെ മോഡ്ലെസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/9 ആയിരിക്കും. അപ്പോൾ അത് 2/9 കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് F1 ഓഫ് എക്സ് മൈനസ് F2 എക്സ്, ഇവിടെ ഒരു സിമെട്രി ഉണ്ട് കേട്ടോ, അത് നോക്കണേ. ഇവിടെ എഫ് ഓഫ് എക്സ് മൈനസ് F1 ഓഫ് എക്സ്, ഇവിടെ അടുത്ത ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും സബ്ട്രാക്ട് ചെയ്തു എഫ് ഓഫ് എക്സ് മൈനസ് F1 ഓഫ് എക്സ് മൈനസ് F2 ഓഫ് എക്സ്. ഇതിലെ എഫ് ഓഫ് എക്സ് മൈനസ് F1 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ G1 ഓഫ് എക്സ് ആണ്. അപ്പം മോഡ് G1 ഓഫ് എക്സ് മൈനസ് F2 ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? 1/3 minus 2/3 minus 2/9, that is equal to 4/9. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഈ ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/9. അതായത് ഈ ഫംഗ്ഷനെ ഞാൻ G2 എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ G2 is a mapping from A to -4/9 where G2 is defined by f of x minus F1 of x minus F2 of x. ഇനി എഗെയിൻ നമ്മൾ G2ൽ നമ്മുടെ ആർഗ്യുമെൻ്റ് കൊടുക്കുന്നു. അപ്പം നമുക്ക് ഒരു പുതിയൊരു മാപ്പ് F3 കിട്ടും. F3 ഫ്രം x to -4/27 4/27 such that for all x belongs to A, G3 of x equal to എന്ത് വരും? f of x minus F1 of x minus F2 of x minus F3 of x. ഇനി ഇതിങ്ങനെ ഒരു ചെയിനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിൽ G3 of x എവിടെ ഉണ്ടാവും? -8/27 8/27. ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടുന്നത്? ആദ്യം ഒരു F ആയിരുന്നു, പിന്നെ F1 കിട്ടി, F2 കിട്ടി, F3 കിട്ടി, ഇങ്ങനെ പോവുകയാണ്. അപ്പം നമുക്ക് ഗെറ്റ് എ സീക്വൻസ് FN. ഈ സീക്വൻസ് FNൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? എല്ലാം കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ എക്സ് ആണ്. എല്ലാം കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ എക്സ് ആണ്. മാത്രമല്ല ഓരോ മോഡ് FN ഓഫ് എക്സ് എടുത്താൽ മോഡ് FN ഓഫ് എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എന്താ കിട്ടിയത്? മോഡ് F2 എന്താ? മോഡ് F2 ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/9. മോഡ് F1 ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3. മോഡ് F3 ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/27. അതായത് ഇത് എന്താ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡ് FN ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2n - 1/3n.
2/3 1/3 2 raised to n minus 1 by 3 raised to n for all n belongs to n and all x belongs to x. അതുപോലെ തന്നെ ഇവിടെ ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നത്? ഇതാ ഈ കാര്യം നോക്ക്. ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത്? മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എന്താ വരുന്നത്? 2² / 3². അതായത് 2 raised to n by 3 raised to n. ഇവിടുത്തെ n എന്താണോ അതാണ് ഇവിടുത്തെ. അപ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 2 raised to n by 3 raised to n ഫോർ ഓൾ n belongs to n ആൻഡ് x belongs to a. ഇനി ഇത് നോക്കിയേ, ഇത് നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് പ്രൊപ്പോസിഷനില്ലേ, പ്രൊപ്പോസിഷൻ പോലെയില്ലേ. മോഡ് എഫ് എൻ ഓഫ് എക്സ് ഇസ് ബൗണ്ടഡ് ബൈ എം എൻ, സിഗ്മ എം എൻ. സിഗ്മ എം എന്ന് പറയുന്നത് എന്താ? സിഗ്മ 2 raised to n minus 1 by 3 raised to n. ഈ സീരീസ് എന്ത് സീരീസാ? ഈ സീരീസ് എഴുതി നോക്കിയാൽ മനസ്സിലാവും. ദാറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജോമെട്രിക് സീരീസിൻ്റെ കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യും. അതുകൊണ്ട് സിഗ്മ എം എൻ കൺവേർജ് ചെയ്യും. സിഗ്മ എം എൻ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എഫ് എന്നുകളുടെ സീരീസ് സിഗ്മ എഫ് എൻ കൺവേർജസ് യൂണിഫോംലി ആയിരിക്കും. കൺവേർജസ് യൂണിഫോംലി ടു ആ കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷനെ ഞാൻ ക്യാപിറ്റൽ എഫ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഓരോ എഫ് ഐയും ഈച്ച് എഫ് ഐ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് പാർഷ്യൽ സം ഓഫ് ദി സീരീസ് സിഗ്മ എഫ് എൻ കണ്ടിന്യൂസ് ആൻഡ് സോ ബൈ പ്രൊപ്പോസിഷൻ എഫ് ഈസ് കണ്ടിന്യൂസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓരോ എഫ് ഐസും കണ്ടിന്യൂസ് ആണ്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത F1, F2, F3 എല്ലാം കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ പാർഷ്യൽ സം എടുക്കുക എന്ന് വെച്ചാൽ ഫൈനൈറ്റ് സം ആണ്. അത് കണ്ടിന്യൂസ് ആണ്. കൺവെർജൻസ് യൂണിഫോം ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺവെർജൻസ് യൂണിഫോം ആകുകയും ഓരോ എഫ് എനും കണ്ടിന്യൂസ് ആകുകയും ചെയ്താൽ അതിൻ്റെ സീരീസിൻ്റെ സമ്മും കണ്ടിന്യൂസ് ഫങ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് കൺവേർട്ട് ചെയ്യുന്ന സിഗ്മ എഫ് എൻ കണ്ടിന്യൂസ് ആയിരിക്കും. സോ സിഗ്മ എഫ് എന്ന് പറയുന്നത് ഇവിടെ കൺവെർജസ് യൂണിഫോംലി ടു എഫ് ആണ്, ക്യാപിറ്റൽ എഫ് ആണ്. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 3 വെച്ചിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ഈ 3ൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് സിഗ്മ എഫ് എൻ ഓഫ് എക്സ് ബൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 raised to n by 3 raised to n. ഇതിൽ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു എ സിഗ്മ ഇതിൻ്റെ 1 to n ആണ്. 1 to n പാർഷ്യൽ സം എഫ് ഓഫ് എക്സിന്ന് പാർഷ്യൽ സം മൈനസ് ചെയ്താൽ ദാറ്റ് ഈസ് ബൗണ്ടഡ് ബൈ 2 raised to n by 3 raised to n എന്നാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇത് പാർഷ്യൽ സം ആണെങ്കിൽ ഇതിൻ്റെ ഇൻഫിനിറ്റ് സീരീസ് സിഗ്മ എഫ് എൻ ഓഫ് എക്സ് കൺവെർജസ് ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക എഫ് ഓഫ് എക്സ് മൈനസ് പാർഷ്യൽ സം. അപ്പോൾ ഇതിൻ്റെ സീരീസ് കൺവെർജസ് ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. സോ ഇതിൻ്റെ സീരീസ് കൺവെർജസ് ടു എഫ് ഓഫ് എക്സ്. ബട്ട് നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? സിഗ്മ എഫ് എൻ കൺവെർജസ് ടു എഫ് ആണ്. അപ്പോൾ കൺവെർജസ് ടു എഫ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് ആണ്. അപ്പോൾ എക്സ് എയിലാവുന്ന സമയത്ത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സും ഈ സ്മോൾ എഫ് ഓഫ് എക്സും കോൺസൈഡ് ചെയ്യുന്നു എന്ന് കിട്ടി. ഇതിൽ നിന്ന് മീനിങ് ഇത് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് സിഗ്മ എഫ് ഐ ഓഫ് എക്സ് ഇത് ഐ ഈക്വൽ ടു 1 to n ആണ്. ദിസ് ഈസ് ബൗണ്ടഡ് ബൈ 2 raised to n by 3 raised to n tends to 0 as n tends to infinity. So this tends to 0 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് എക്സ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഈ സിഗ്മ എഫ് ഐ ഓഫ് എക്സ് കൺവെർജസ് ടു എഫ് ഓഫ് എക്സ്.
സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എഫ് ഐ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു അതെന്താണ്, അത് ക്യാപിറ്റൽ എഫ് ആണ്. അപ്പോൾ ഇതെപ്പോഴാണ് ഇവിടെ എപ്പോഴാണ് സംഭവിക്കുന്നത്, എക്സ് ബിലോങ്സ് ടു എയിലാകുമ്പോഴാണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എയിൽ എഫ് ഓഫ് എക്സും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സും സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദിസ് ഇസ് എ ക്യാപിറ്റൽ എഫ് ഇസ് എ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ. അപ്പോൾ നമ്മൾ ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി പ്രൂവ് ചെയ്തു. ഇത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവർ പഠിക്കുക.